ഞാൻ വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ സീസൺ 2യുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ്. ഈ എപ്പിസോഡിൻ്റെ പേര് തന്നെ ക്വീൻസ് ലാൻഡിംഗ് എന്ന എപ്പിസോഡാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 2യുടെ 10th എപ്പിസോഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലോഷർ ഒരു എപ്പിസോഡ് പോലെ നമുക്ക് തോന്നും. ഇതിൽ നിങ്ങൾക്ക് ക്വീൻസ് ലാൻഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു റെഫറൻസ് ആയിട്ട് കാണാം. കിങ്സ് ലാൻഡിങ്ങിൽ ഒരു ക്വീൻ വന്ന് ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതി കാണിക്കുമ്പോൾ നമ്മൾ അതിൽ കോളീസും ലോഹാർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഒരു സീനും അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ജെയ്സ് മരിക്കുന്നതിൻ്റെ അമ്പ് കൊണ്ടുള്ള സീനും അതിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സീരീസ് തന്നെ ജെയ്സിൻ്റെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതും അതിൻ്റെ മേളിൽ കൂടെ ഡ്രാഗൺ പറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിൽ ഡ്രാഗൺ സീഡ്സ് ആയ ബാക്കി എല്ലാവരും മേളിൽ കൂടെ പറന്ന് ആ ഗല്ലറ്റിലുള്ള ബാക്കിയുള്ളവരൊക്കെ കൊല്ലുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് പേര് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ജെയ്സൺ ലാനിസ്റ്ററിൻ്റെ ആൾക്കാർ. ബെല്ല് ജെയ്സിൻ്റെ ബോഡിയായിട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോകുന്നു. അവിടെ റെനേറിയയുടെ ഇമോഷണൽ സീനാണ് കാണിക്കുന്നത്. അത് അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്നത്. ജെയ്നറിൻ, നമ്മുടെ റെനേറിയയുടെ പിള്ളേരെയും ഡ്രാഗൺ എഗ്ഗുകളായിട്ടൊക്കെ പോയ ജെയ്നറിൻ, അതിൻ്റെ കൂടെ പോകേണ്ട റേന തൻ്റെ ഷീപ്പ് സ്റ്റീലറായിട്ട് ഗല്ലറ്റിൽ കൊളാക്കിയിട്ട് തിരിച്ച് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഗിൽറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ജെയ്നറിന് മനസ്സിലായി പുള്ളിക്കാരിയുടെ നിന്ന് നല്ല മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഒരു അഭയം കൊടുക്കുകയാണെങ്കിൽ അത് റെനേറിയയ്ക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന പോലെയാവും എന്ന് മനസ്സിലായി. എന്നാലും റേന പുള്ളിക്കാരിയുടെ വെയിലിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ടാവും, ഷീപ്പ് സ്റ്റീലർ വിത്ത് ഞാനുണ്ടാവും എന്ന് ഒരു ഓഫർ കൊടുത്തിട്ട് അവിടെ അഭയം നേടുകയാണ്. വേറൊരു സീനിൽ കാണിക്കുന്നത് ഏഗണും ലാരിസിനെയും മറ്റവർ പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ റെനേറയുടെ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വന്ന് കുറച്ച് പേര് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് ഗല്ലറ്റിൽ രക്ഷപ്പെട്ടു പോയ ലാനിസ്റ്ററിൻ്റെ ആൾക്കാർ വന്നിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ആ അറ്റാക്കിൻ്റെ ഇടയ്ക്ക് ഏഗൺ അവിടെ നിന്ന് ചാടി പോവുകയും ഒരു അമ്പിൻ്റെ കഷ്ണം വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ആളവിടെ നിന്ന് പോകുന്നത് റോക്ക് ക്രസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. റോക്ക് ക്രസ്റ്റിലുള്ളത് നമ്മുടെ അവിടെ പട്ടാളക്കാരുണ്ട്. അതുമാത്രമല്ല ആളുടെ ഡ്രാഗണും പരിക്ക് പറ്റിയിരിക്കുന്നത് അവിടേക്കാണ് ആൾക്ക് പോകാൻ ആഗ്രഹം എന്ന് പറഞ്ഞത്. മറ്റൊരു സൈഡിലാണെങ്കിൽ നമ്മുടെ ആലനും ആഡമും കോളീസിനെ അന്വേഷിച്ചിറങ്ങാണ്. അങ്ങനെ ആഡം ഡ്രാഗണിൻ്റെ മേലിൽ കൂടെ പറന്ന് കോളീസിനെ കാണുകയും അതുമാത്രമല്ല അവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ബെല്ലയും അവിടേക്ക് വരുന്നുണ്ട്, ആലനുണ്ട്, ആഡമുണ്ട്, കോളീസ് ഉണ്ട്. ഇവർ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഒരു ഇമോഷണൽ സീനാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ ആലിസൻ്റെ ലൂതർ ലെജൻഡ്, കമാൻഡർ ഓഫ് സിറ്റി വാച്ച്, ആളുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യണം റെനേറിയയുടെ അടുത്ത്. ആളാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഡെയ്മണിനെ ഫേവർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ റെനേറിയയ്ക്ക് സറണ്ടർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ സിറ്റി വാച്ചിലുള്ള ആൾക്കാരുടെ അടുത്ത് ഡ്രാഗൺസ് പറയുകയാണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യരുതെന്നും ഓർഡർ ചെയ്യണം ആലിസൻ്റെ. ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ മാസ്റ്റർ ഓഫ് ലോസ് ജേസ്പർ വൈൽഡ് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തൊരു ചതി നടക്കാൻ പോകണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആൾ ആലിസനെ പോയി കാണുന്നു. ആൾക്ക് ഓൾറെഡി ആലിസൻ്റെ പിന്നാലെ കാണുന്നത് ആൾക്കൊരു സെക്ഷൽ അട്രാക്ഷൻ എപ്പോഴും ആലിസനോടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരി ചതിക്കാമെന്ന് മനസ്സിലാവുകയും പുള്ളിക്കാരിനെ ആൾ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അവിടേക്ക് നമ്മുടെ ഓർവെൽ വരുന്നുണ്ട്. ഓർവെൽ വരുമ്പോൾ കാണുന്നത് റേപ്പ് ചെയ്യുന്ന സീനാണ് കാണുന്നത്. അയാൾ മാസ്റ്റർ ഓഫ് ലോസ് ജാസ്പറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടും. അതേസമയം തന്നെ ഡെയ്മൻ്റെ അവിടെ ബാറ്റിൽ ജയിച്ചതിൻ്റെ ആഘോഷത്തിലാണ്. വിൻ്റർഫെല്ലിൻ്റെ ആൾക്കാരായിട്ടും ഹൗസ് ഓഫ് ടാലിയായിട്ടും ഒക്കെ ആഘോഷത്തിലാണ്. എന്തോ ഫിഷ് ഫീഡ് സെലിബ്രേഷൻ അങ്ങനെ എന്തോ ആണ് ആ സെലിബ്രേഷന് അറിയപ്പെടുന്നതും. അവിടേക്കാണ് നമ്മുടെ സൈമൺ സ്ട്രോങ് ഒരു ലെറ്ററായിട്ട് വരുന്നത്, ജെയ്സിൻ്റെ മരണത്തിനെ പറ്റി പറയുന്നത്. ഇത് കേട്ട ഉടനെ ഡെയ്മൺ ഡ്രാഗൺ സ്റ്റോണിലേക്ക് തിരിച്ച് പറക്കുകയാണ്. അവിടെ എത്തുമ്പോൾ നമ്മുടെ ഡ്രാഗൺ സീഡ്സ് ആയ രണ്ടുപേര് ഉൾഫ്, ഹ്യൂ, അവരെ രണ്ടുപേരെയും ഇവൻ ചീത്ത പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ വേഗറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഹാരനലിൽ ഉണ്ടായില്ല എന്ന്. അവർ പറയുന്ന ന്യായങ്ങൾ ഡെയ്മണിന് ഇഷ്ടാവുന്നില്ല. എന്നിട്ട് ഹ്യൂ ഉൾഫിനെ അടിച്ചിട്ടാണ് പിന്നെ റെനേറിയുടെ അടുത്തേക്ക് പോകുന്നത്. റെനേറിയുടെ അടുത്തേക്ക് പോകുന്നിടയിൽ ഡെയ്മണിന് അറിയുകയാണ് നമ്മുടെ എയ്മണ്ട് ഹാരൻഹലിലേക്ക് വാഗറായിട്ട് പോവുകയാണെന്ന്. ഈ വിവരം പതുക്കെ റെനേറിയുടെ അടുത്ത് പറയുന്നു. എന്നിട്ട് പുള്ളിക്കാരിയാണെങ്കിൽ മൊത്തത്തിൽ ഡൗൺ ആണ്. പുള്ളിക്കാരിനെ പറയാണ് ഇപ്പോൾ സമയമായിരിക്കുന്നു, വാഗാർ കൊണ്ട് നമ്മുടെ എയ്മൻ പറന്നു പോയി, ഇപ്പോഴാണ് നമുക്ക് പറ്റിയ സമയം അറ്റാക്ക് ചെയ്യാം. നിൻ്റെ മകൻ എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്? ഒരു മകൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് അവൻ ചെയ്തതെന്ന്. അതുകൊണ്ട് യു ഹാവ് ടു ഗെറ്റ് ആപ്പ്. കിങ്സ് ലാൻഡിങ്ങിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഡെയ്മൺ അവളെ ഉഷാറാക്കാണ്. അപ്പോൾ തന്നെ എയ്മൻ്റെ ആണെങ്കിൽ ഹാരനലിലേക്ക് വാഗാറായിട്ട് പോകുന്നു. അവിടെ മൊത്തത്തിൽ നശിപ്പിക്കുന്നു വാഗാർ വെച്ചിട്ട്. പിന്നെ അവരുടെ സൈമൺ സ്ട്രോങ്ങിൻ്റെ അടുത്തേക്ക് എത്തുന്നു. സൈമൺ സ്ട്രോങ്ങിനെ തൻ്റെ വാൾ വെച്ച് കുത്തി കൊല്ലുന്നു. മറ്റൊരു മകനെയും കൊല്ലുന്നു. വേറെ മകൻ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാണ്. ആ സമയത്ത്
ഏലീസ് വിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏലീസ് വിച്ചിനെ നോക്കുന്ന സമയത്താണ് ബാക്കിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്നതും ആൾ നല്ല പരിക്ക് പറ്റുകയും ചെയ്യുന്നു. ആ പരിക്കിൽ ഏലീസിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നതായിട്ടാണ് ഏമൻ്റെ സീൻ അവസാനിക്കുന്നത്. ഈ ഏലീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് മെസൻഡറായിട്ട് എന്തോ കണക്ഷൻ ഉള്ള പോലെ തോന്നും. പുള്ളിക്കാരിക്കാണെങ്കിൽ ഈ ഹാരനൽ ഭരിക്കണം, കുറേ നാളായിട്ട് ഇവിടെ തന്നെ ജീവിക്കുന്നതാണ്. അപ്പോൾ ബുക്കിൻ്റെ ഇതനുസരിച്ച് പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും ഈ ഹാരനൽ കാസിൽ അവളുടെ പേരിലാക്കണം. ഇപ്പോൾ ഏമനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ, ഏമനെ പ്രശ്നമാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ കൊച്ചിൻ്റെ അമ്മയാവുകയാണെങ്കിൽ അവൾക്ക് ഈ കാസിൽ സ്വന്തമാക്കാൻ സാധിക്കും. അതേസമയം നമ്മുടെ റെനേറിയ, ഡെയ്മൻ, ഹ്യൂ, ഉൾഫ് ഇവരെല്ലാവരും കൂടി കിങ്സ് ലാൻഡിൽ ഡ്രാഗൺസ് ആയിട്ട് പോകുന്നു. പതുക്കെ അറ്റാക്ക് ചെയ്ത് കിങ്സ് ലാൻഡിൻ്റെ ഉള്ളിലേക്ക് റെനേറിയൻ എത്തുന്നു. അവിടെ വെച്ച് കുറച്ച് ഗ്രീൻ സപ്പോർട്ടേഴ്സ് പുറത്തേക്ക് വരാണ്. ആ ഗ്രീൻ സപ്പോർട്ടേഴ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂതർ ലാർജൻ ഡെയ്മനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ലോയൽ ടു ഡെയ്മൻ. അയാൾ വന്ന് ഗ്രീൻ സപ്പോർട്ടേഴ്സിനെ കീഴടങ്ങാൻ പറയുകയാണ്. അവൾ അങ്ങനെ പതുക്കെ അയൺ ത്രോണിൻ്റെ അവിടെ എത്തുന്നു. അയൺ ത്രോണിൻ്റെ അവിടേക്ക് ഇരിക്കാൻ പോകുന്ന സമയത്ത് ഏഗനെ അന്വേഷിക്കുകയാണ്. ഏഗനെ അന്വേഷിച്ച് ഡെയ്മൻ പോകുന്നുണ്ടെങ്കിലും ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ലാരിസ് ഓൾറെഡി ഒരു ഗിഫ്റ്റ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ജയിലിൽ ഓട്ടോ അവിടെ ജയിലിൽ അറസ്റ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഓട്ടോനെ കൊണ്ട് ഡെയ്മൻ റെനേറിയുടെ അടുത്തേക്ക് വരുന്നു. ഡെയ്മൻ റെനേറിയുടെ അടുത്ത് പറയുന്നു, എല്ലാവരും നോക്കിയിരിക്കുകയാണ്, നീ ഇവനെ കൊല്ലണം, എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ ഒരു രാജ്ഞിയാണെന്ന് തെളിയിക്കണം. റെനേറിയനെ ഓൾറെഡി ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. ആ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോനെ ആദ്യം ഒരു വെട്ടും കഴുത്തിൽ വെട്ടുകൊള്ളില്ല. അതിനുശേഷം രണ്ടാമത്തെ വെട്ടിലാണ് തല പോകുന്നതും. അതേസമയം തന്നെ ഡെയ്മൺ ജാസ്മിൻ്റെ നമ്മുടെ ആലിസണിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ജാസ്മിനെയും ബിഹെഡ് ചെയ്യുന്നു. അങ്ങനെ റെനേറിയ അയൺ ത്രോണിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആലിസണിനെ ഹെലനേനെയും ആളുടെ ആർമി പിടിച്ചുകൊണ്ടുവന്ന് അവളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ആ സമയത്ത് ആലിസൻ്റെ കാണുക ആലിസൻ്റെ ഫാദറിൻ്റെ ഡെഡ് ബോഡി. അങ്ങനെ ആലിസൻ്റെ റെനേറിയ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കി നിൽക്കുന്ന സീനായിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. റെനേറിയ ആണെങ്കിൽ അയൺ ത്രോണിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ 10th എപ്പിസോഡായിട്ട് വരേണ്ടതായതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലോഷർ നമുക്ക് ഫീൽ ചെയ്യും ഈ എപ്പിസോഡിൽ. ഇനി അടുത്ത എപ്പിസോഡ് തൊട്ടാണ് ശരിക്കും ഈ തേർഡ് സീസൺ അവർ ഉദ്ദേശിച്ച സ്ക്രിപ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി കാണാം എങ്ങനെയാണ് സീസൺ 3 മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ എപ്പിസോഡിൻ്റെയും എക്സ്പ്ലനേഷൻ വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.